ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു റോസ് ബൊക്കറ്റ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക. ഇനി അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് താഴേക്ക് കട്ട് ചെയ്യാതെ ചേർത്ത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 84 പീസസ് പേപ്പറാണ്. ഓരോ പേപ്പറും നമ്മൾ 5 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം കോർണർ ടു കോർണർ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലെ പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പറും ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. പേപ്പർ ഗ്ലാസിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ എടുത്ത ഓരോ പീസ് പേപ്പറും ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗമ്മാക്കി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പേപ്പർ ഗ്ലാസിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകുന്നത് വരെ ഓരോ ലെയറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുകൊണ്ടൊരു റോസ് ബൊക്കറ്റാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് പിടിക്കാനായിട്ട് അതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാനായിട്ട് ഞാനിവിടെ ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് റാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മാസ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാസ്കിൻ്റെ 4 സൈഡും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓരോ ലെയറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മാസ്ക് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലൂ കളറും 2 വൈറ്റ് കളറിലുമുള്ള 3 ലെയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആദ്യം വൈറ്റ് കളറിലുള്ള പീസസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് തൊട്ട് പിറകിലായിട്ട് ബ്ലൂ കളറിലുള്ളത് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് റെഡ് കളർ സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈസിയായിട്ട് ചെയ്തെടുത്ത ഈ ഒരു റോസ് ബൊക്കറ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.